ಅಂದರೆ ഈരാറ്റുപേട്ട താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തുന്നതിനൊക്കെ ലഭിക്കാത്തതിന് വേണ്ടി മുറവിളി കൂട്ടാതെ ലഭിച്ച സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് എങ്ങനെ സർവീസ് നടത്താമെന്നുള്ള വലിയൊരു ആശയത്തിലൂന്നിയാണ് നഗരസഭ പലപ്പോഴും പോയിട്ടുള്ളത്. അതിന്റെ 2 കോടി രൂപ CSR ഫണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ലഭിച്ചു. അതിലെ ആദ്യത്തെ 25 ലക്ഷം രൂപയാണ് ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടി ഡയാലിസിസ് മെഷീൻസ് വാങ്ങിക്കാനും അതിന്റെ ക്രമീകരണങ്ങൾക്കും എല്ലാം വേണ്ടി ഇവിടെ നൽകിയത്. അതിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ PHS സെന്ററിൽ ഡയാലിസിസ് സെന്റർ അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വർഷങ്ങളോളം അത് ഇത്രയും വിലപിടിപ്പുള്ള മെഷീൻ ഇവിടെ ഇത് തുടങ്ങാൻ കഴിയാതെ കിടക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സമയത്ത് പൂർത്തീകരിച്ച് തുടങ്ങാൻ കഴിയാത്തതിന്റെ പേരിൽ ഷിപ്പ്യാർഡ് എനിക്ക് തന്നിരുന്ന ഭാഗ്യം 1.25 കോടി രൂപ തിരിച്ചു വിളിച്ചു. എത്രയോ സ്ഥലത്ത് വികസന പ്രവർത്തനത്തിന് കൊടുക്കാവുന്ന ഫണ്ടായിരുന്നു. അവസാനം നമ്മുടെ AMA കാണാം, അദ്ദേഹത്തോടുള്ള നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യാപാരി വ്യവസായികളാണ് ഇത് ഏറ്റെടുത്ത് ഈ ഡയാലിസിസ് കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോയത്. ഏറ്റവും ഒടുവിൽ NHM കേന്ദ്ര പദ്ധതിയാണ്, അതിൽ നിന്നാണ് 60% തുക. ആ തുക അനുവദിച്ചാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരിച്ചത്. ഞാൻ ഈരാറ്റുപേട്ടയിലെ വ്യാപാരി സമൂഹത്തെ ശ്രീ AMA ഖാദറിന്റെയും മറ്റ് പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലുള്ള വ്യാപാരി സമൂഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മര്യാദയ്ക്ക് വേണ്ടിയുള്ള ഭംഗിവാക്കല്ല, മറിച്ച് ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായി പറയുന്നതാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യ രംഗത്തെ നമ്മുടെ ഒരു ഓർഡർ ഉണ്ട്. നമുക്ക് താഴെ തട്ടിൽ നമ്മുടെ ആർദ്ര മിഷൻ, 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ ഗവൺമെന്റ് ആരംഭിച്ച ആരോഗ്യ രംഗത്തെ നവീനമായ ഒരു പ്രത്യേക ഇംപ്രൂവ്മെന്റ് സംവിധാനം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് സംവിധാനമാണ് ആർദ്ര മിഷൻ. ആ മിഷൻ വിട്ടിട്ടും ഏതായാലും ആരോഗ്യ രംഗത്ത് ഏറ്റവും വലിയ ഒരു ശൃംഖല നെറ്റ്വർക്ക് അത് പ്രകാരം നമ്മുടെ ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രമാണ്. താലൂക്ക് ആശുപത്രി എത്തണമെന്നുള്ള നമ്മുടെ നിരന്തരമായ മറുപടി ഗവൺമെന്റിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് ഗവൺമെന്റിൽ നിന്നും ആരോഗ്യ വകുപ്പിന് കീഴിൽ അനുവദിക്കാൻ നിയമമില്ല. പക്ഷെ ഇവിടെ പ്രത്യേകമായ അനുമതിയോടുകൂടി അതിന്റെ മുഴുവൻ ചുമതലയും വ്യാപാരി വ്യവസായികൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് സ്പെഷ്യൽ സാങ്ഷനിലൂടെ ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് അനുവദിച്ച് നടന്നുകൊണ്ട് പോകുന്നത്. ഇതിപ്പോ ഒരു സന്തോഷ വാർത്ത സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആരോഗ്യ വകുപ്പിന് വേണ്ടി വന്നത്. ഇപ്പൊ 4 യൂണിറ്റുകളാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ആരോഗ്യ വകുപ്പിൽ നിന്നും പുതുതായി 4 മെഷീൻ കൂടി ഇവിടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ന സന്തോഷത്തോടെ അറിയിക്കുക. മെഷീൻ തരുമ്പോഴും നടത്തിപ്പ് വ്യാപാരികൾ തന്നെ ഏറ്റെടുക്കണം. അത് വെല്ലിയാണ് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് 3 മിഷനാണ് ബഹുമാനപ്പെട്ട ആന്റോ ആന്റണി വഴി ഇവിടെ ലഭിച്ചത്. അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ വ്യക്തമായി. അതിനുശേഷം കായലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഒരു ഡയാലിസിസ് മിഷൻ 1 വർഷങ്ങൾക്ക് മുമ്പ് 4ആയി. അത് കൂടാതെ തന്നെ ബഹുമാനപ്പെട്ട വ്യാസുമാർ സാഹിബ് പറഞ്ഞു 4 മിഷൻ കൂടി പുതുതായി അനുവദിക്കാൻ 8ആയി. ഒരു മിഷൻ ഈരാറ്റുപേട്ടയിലെ ഒരു വ്യാപാരി, ഒരു യുവ വ്യവസായി വ്യാപാരിയായ ശ്രീ മുഹമ്മദ് വടക്കട എന്ന് പറയുന്ന അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 9 മിഷനായി. ഇനി ഒരു മിഷൻ കൂടി നമുക്ക് സംഘടിപ്പിക്കാനുള്ള ദൗത്യം വ്യാപാരി വ്യവസായി ഏറ്റെടുക്കും. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തിക ചെലവല്ല, പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാൻ നമ്മളൊരു ഡയാലിസിസ് സെന്ററിൽ പോയി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസുമായി നിങ്ങൾ സംസാരിക്കണം.
എല്ലാവരും ഒന്ന് കാണണം. അവിടെ ആരോഗ്യവും അവിടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധാരണ വീട്ടിൽ ഒരു ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ടായാൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കാരണവശാൽ. അതൊരു 1700 രൂപ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഒരു ഡയാലിസിസ് വാങ്ങുന്നുണ്ട്. ഈ യാതൊരു സേവനത്തിൽ 7549 ഡയാലിസുകൾ ഈ 3 മാസങ്ങൾക്ക് മുമ്പ് വരെ ചെയ്തത് 1800 ഇൻറ്റു 7549 സമം 1,35,82,200 രൂപ ലാഭിക്കുവാൻ. അതായത് രോഗികൾക്ക് അത്രയും പണലാഭം ഈ സംഘടന ഏറ്റെടുത്ത ഡയാലിസിസ് കൊണ്ട് പ്രയോജനം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി നിങ്ങളുടെ കാണുന്നത്. ഇനി വലിയ സാമ്പത്തിക ചെലവുകൾ, 4 സ്റ്റാഫുണ്ട്, ഇനി പുതിയ സ്റ്റാഫിന് ആവശ്യമുണ്ട്. നമുക്ക് ഒട്ടേറെ പ്രശ്നം. പഴയ മിഷനൊക്കെ ആയതുകൊണ്ട് ഈ അടുത്ത ദിവസം അത് ഓൺ ചെയ്തപ്പം ഒരു മിഷന്റെ ചെറിയൊരു സാധനം പോയി 40,000 രൂപയാണ്. നമുക്ക് പക്ഷേ AC റീഫിറ്റ് ചെയ്തു 15,000 രൂപ. ഇവിടെ കോൺട്രാക്ട് ഞാനൊരു കുറ്റപ്പെടുത്തലല്ല, അവിടെ ചെയ്തു, വർക്ക് നടത്തി, വാട്ടർ സപ്ലൈയുടെ പണിക്ക് ചെറിയ പ്രശ്നം 35,000 രൂപ. ഇങ്ങനെ ഒരു ചെറിയ ചെലവല്ല ഈ സംഘടനയ്ക്ക് ചെലവാകുന്നത്. അപ്പൊ ആ നിലയിൽ ഇനിയും തീർച്ചയായും ജനങ്ങളുടെ പാവപ്പെട്ട ആളുകളുടെ ഈ സംവിധാനം, ഈ ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടന ഏത് ദൗത്യവും അതൊരു സാമ്പത്തിക ചെലവ് ഒരിക്കലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നാളിതുവരെ 88 ലക്ഷം രൂപ വ്യാപാരി സേവന സമിതിയുടെ സ്വന്തം ഫണ്ടിൽ നിന്നും ഈ പരിപാടിക്ക് ചെലവഴിച്ചിട്ടുണ്ടെന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ ആ നിലയിൽ ദൈവം തമ്പുരാന്റെ ഒരു കൂലി ഇക്കാര്യത്തിൽ ലഭിക്കും എന്ന് ഞങ്ങൾക്കെല്ലാം പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വലിയൊരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തത്. തീർച്ചയായും അതിൽ ഞങ്ങൾക്ക് വലിയൊരു പിന്തുണ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെയും ഇവിടുത്തെ ജീവനക്കാരെ, നമ്മളെ ജോസാടക്കമുള്ള എൽസിലെ ജോസാടക്കമുള്ള പല ആളുകളും എപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഇവിടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനുവേണ്ടിയുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഈ ഹോസ്പിറ്റലിലെ ഭാഗത്ത് ലഭിക്കും എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം മറ്റ് സർക്കാർ ഓഫീസുകളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി ഈ നാടിനെ ചേർത്ത് പിടിക്കുവാൻ ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഇവിടെ ജീവനക്കാരുടെയും ഒക്കെ വലിയൊരു പിന്തുണ നമുക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം ഞാൻ അതുകൂടി എന്ന് പറഞ്ഞു പോവുകയാണ്. ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നൽകണം. അപ്പൊ ചെയർപേഴ്സൺ മനസ്സ് വെച്ചുകൊണ്ട് 4 പ്രാവശ്യം നമ്മുടെ ഡയാലിസിന്റെ കിറ്റ് നൽകുവാൻ വലിയൊരു ശ്രമം ചെയർപേഴ്സന്റെ ഭാഗത്തുണ്ടായി. അതിനുള്ള നന്ദി വളരെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതിലുപരി ഒരു രോഗിയെ ചികിത്സിക്കാൻ അവരോടൊരു കരുണ കാണിക്കാതൊരു മനസ്സലിവ് വേണം നമുക്ക്. അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ, അതാണ് നമ്മൾ തുനിഞ്ഞിറങ്ങുകയുള്ളൂ. അപ്പം അവരുടെ ഈ ഒരു എഫേർട്ട് അത് നമുക്ക് പ്രശംസ അർഹിക്കുന്നതാണ്. കാരണം